ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലെഡ്ജർ ബാലൻസിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ 2 സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസിൽ നിന്ന് നമ്മൾ ലെഡ്ജർ എല്ലാം പോസ്റ്റ് ചെയ്തു. ഞാൻ തന്നെ ചെയ്ത് കാണിച്ചു. ചെയ്ത് കാണിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനിനി ബാലൻസ് ചെയ്യാൻ പോകണം. ഓരോ ലെഡ്ജർ അക്കൗണ്ടായിട്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നാണ് ഇനി ചെയ്യാൻ പോകുന്നത്. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം നമുക്ക്. അപ്പം ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ടിനെ പറ്റി പറഞ്ഞല്ലോ, രണ്ട് സൈഡാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡെന്നും റൈറ്റ് ഹാൻഡ് സൈഡിനെ ക്രെഡിറ്റ് സൈഡെന്നുമാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കുറേ ട്രാൻസാക്ഷൻ ഉണ്ട്, ഡെബിറ്റ് സൈഡിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ഒരു ലെഡ്ജറിനെ സംബന്ധിച്ച് അത് ഏത് ബാലൻസാണ് അല്ലേ, ഇത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഒരു ലെഡ്ജറിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഫിഗേഴ്സ് കൂടുതലാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയും. ഡെബിറ്റ് സൈഡിലാണ് കൂടുതലെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയും. ഇനി അപ്പോൾ നമ്മൾ ആദ്യം ഏത് സൈഡാണോ കൂടുതലുള്ള ആ സൈഡ് വേണം നമ്മൾ ആദ്യം ടോട്ടൽ ചെയ്യാൻ. എന്നിട്ട് ആ ടോട്ടൽ എടുത്ത് നമ്മൾ അടുത്ത സൈഡിലോട്ട് എഴുതണം. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും ചെറുതായിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡെബിറ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യാം. 10,000 ഞാൻ കാൽക്കുലേറ്ററിൽ ടോട്ടൽ ചെയ്യാണ്. 10,000 + 5,000 + 2,400 + 4,500 + 200. അപ്പോൾ 22,100 ആണ് എനിക്ക് ഡെബിറ്റിലെ ടോട്ടൽ കിട്ടിയത്. ഞാനിവിടെ എഴുതുകയാണ് 22,100. ഇനി അപ്പോൾ ഇതിൽ 2 വരെ ഇട്ടു അല്ലേ. ഇനി എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യണത്? അപ്പം ഇവിടെ ഈ സൈഡും നമ്മൾ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ടോട്ടൽ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ ഞാൻ വേണമെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ ചെയ്യാം. 4,500 2,200 + 300 + 1,100 + 3,000 + 300 + 400 + 300. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 12,100 കിട്ടി. അപ്പോൾ ഇപ്പോൾ എനിക്കെന്ത് മനസ്സിലായി? റൈറ്റ് സൈഡിൽ 12,100ഉം ഡെബിറ്റ് സൈഡിൽ 22,100ഉം ആണ്. ശരിക്കും സിമ്പിളായിട്ട് പറഞ്ഞാൽ 22,100ൽ നിന്ന് 12,100 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ്. പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? ഏത് സൈഡാണോ കൂടുതൽ ആ സൈഡിലെ ടോട്ടൽ നമ്മൾ ആദ്യം എഴുതണം. അതെഴുതി അവിടെ 2 വര വരയ്ക്കണം. എന്നിട്ട് ഈ ടോട്ടൽ ഇപ്പുറത്ത് എഴുതണം. ഇവിടെ വീണ്ടും ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ് 22,100. 2 വര വരച്ചു അല്ലേ. ഇപ്പം നമ്മളെന്താ ഇവിടുത്തെ ഫിഗർ തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? ഇവിടെ നമ്മൾ എഴുതി 12,100. അത് പക്ഷേ ഇവിടെ ഒരിടത്തും എഴുതിയിട്ടില്ല. അപ്പോൾ 22,100 ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് എഴുതിയിട്ട് ഈ ബാലൻസ് അവിടെ കുറയ്ക്കുന്നു. മൈനസ് ഇപ്പം അതിൽ നിന്ന് 22,100 കുറച്ചാൽ എത്ര? 10,000 കിട്ടി അല്ലേ. അപ്പോൾ ഈ 10,000 നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതുന്നു 10,000. എന്നിട്ട് എന്താ എഴുതുന്നത്? ഒരു ലെഡ്ജറിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നതെല്ലാം ബൈ എന്നാണ്. ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡിലെല്ലാം നമ്മൾ 2 എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു 10,000 കിട്ടി. അതിൻ്റെ നേരെ എന്തെങ്കിലും എഴുതണമല്ലോ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. C/D ക്യാരിഡ് ഡൗൺ. ഇതെന്താണ്? ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഈ രീതിയിലാണ് അത് ചെയ്യുന്നത്. അത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡബിൾ എൻട്രിയിൽ ഓരോ റൂളും കാര്യങ്ങളും പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുവന്നിട്ട് ടു ബാലൻസ് എന്തെഴുതി? ബ്രോഡ് ഡൗൺ. ഏത് എമൗണ്ട് എഴുതി? 10,000 എഴുതി. കഴിഞ്ഞു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് മനസ്സിലായി? ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണോ കൂടുതലുള്ളത് ആ സൈഡ് ആദ്യം നമ്മൾ ടോട്ടൽ ചെയ്യണം. എന്നിട്ട് ആ സൈഡിലെ ഇപ്പോൾ 22,100 നമ്മളിവിടെ ടോട്ടൽ ചെയ്തു. എന്നിട്ട് ആ 22,100 റൈറ്റ് സൈഡിലോട്ട് എഴുതി. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ 22,100ൽ നിന്ന് ഈ ഫിഗേഴ്സ് റൈറ്റ് സൈഡിലുള്ള ഫിഗേഴ്സ് എല്ലാം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 10,000 കിട്ടിയത്. അപ്പോൾ നമ്മളത് വേറെ എവിടെയെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. എന്നിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. അപ്പം ക്യാഷ് അക്കൗണ്ട് ഇത് എന്ത് ബാലൻസാണ്?
നോർമലി ഒരു അക്കൗണ്ടിൽ ചോദിക്കുന്നത് ഇത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു അക്കൗണ്ടിൻ്റെ ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദി ക്രെഡിറ്റ് സൈഡ് ദാറ്റ് അക്കൗണ്ട് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. മനസ്സിലായില്ലേ? ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് പറയും നമ്മൾ? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയും. ക്രെഡിറ്റ് സൈഡ്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് നമ്മൾ എന്ത് പറയും? അത് ക്രെഡിറ്റ് ബാലൻസ് ആണെന്ന് പറയും. പക്ഷേ അത് എങ്ങനെ എഴുതി കാണിക്കും? ഇപ്പോൾ ഇവിടെ എന്താണ്, ഇതെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. എന്തുകൊണ്ടാണ്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡായിരുന്നു കൂടുതൽ. അപ്പം ഡെബിറ്റ് സൈഡ് കൂടി, ആ സൈഡ് കൂട്ടി 22,100 റൈറ്റ് സൈഡിൽ എഴുതി. എന്നിട്ട് അകത്തുനിന്നുള്ള അതായത് 12,100 കുറച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ബാലൻസ് ആണ് 10,000. അവിടെ നമ്മൾ എന്തെഴുതി? ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എന്നിട്ട് ഇവിടെ എന്തെഴുതി? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓക്കെ, ഇനി കൂടുതൽ ഇത് അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് പർച്ചേസ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ക്യാഷ് അക്കൗണ്ടിൽ എന്താണ്? ഡെബിറ്റ് സൈഡിലും ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് സൈഡിലും ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് സൈഡിലും ട്രാൻസാക്ഷൻ വരുമ്പം ഏത് സൈഡിലാണോ കൂടുതൽ അത് ആദ്യം ടോട്ടൽ ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് എഴുതണം. ഇനിയിപ്പോൾ പർച്ചേസ് അക്കൗണ്ടിലാണെങ്കിലോ ഡെബിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. 4,500, 4,200, 1,100, എത്ര? 9,800. പക്ഷേ ഇവിടെ ഡെബിറ്റ് സൈഡിൽ മാത്രമേ ട്രാൻസാക്ഷൻ ഉള്ളൂ. പക്ഷേ ഒരു ലെഡ്ജർ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്യാരി ഡൗണും ബ്രോഡ് ഡൗണും നമ്മൾ എഴുതണം. അപ്പം അതെങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റൈറ്റ് സൈഡിൽ നമ്മൾ എന്തെഴുതിയാലും എന്താ എഴുതുന്നത്? ബൈ. അപ്പോൾ ഇവിടെ എന്തെഴുതണം? അകത്ത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഏത് ഫിഗർ? ഈ ഫിഗർ തന്നെ, 9,800. എന്നിട്ട് ഈ 9,800 ഇവിടെ നമ്മൾ എഴുതുന്നു. അപ്പം ക്യാരി ഡൗൺ മാത്രമല്ല, ബ്രോഡ് ഡൗണിലാണ് ഒരു ലെഡ്ജറിൻ്റെ ബാലൻസിങ് അവസാനിക്കുന്നത്. അത് ചില അക്കൗണ്ടിൽ ബ്രോഡ് ഡൗൺ ലെഫ്റ്റ് സൈഡിൽ വരും, ചില അക്കൗണ്ടിൽ ബ്രോഡ് ഡൗൺ റൈറ്റ് സൈഡിൽ വരും. ഇപ്പോൾ ഈ അക്കൗണ്ടിലോ ഇതിൽ ആദ്യത്തിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ അല്ലേ? ബ്രോഡ് ഡൗൺ ഡെബിറ്റ് സൈഡിൽ വന്നു. ഇതിലും ഡെബിറ്റ് സൈഡിൽ തന്നെയാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 9,800. ഇനി ഈ പർച്ചേസ് അക്കൗണ്ട് എന്ത് ബാലൻസ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറയും. എന്തുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആയി? ബിക്കോസ് ദ ഡെബിറ്റ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ക്രെഡിറ്റ് സൈഡ്. അടുത്ത എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ്? റൈറ്റ് സൈഡിൽ മാത്രമേ ട്രാൻസാക്ഷൻ ഉള്ളൂ അല്ലേ? അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ട്രാൻസാക്ഷനേ ഉള്ളൂ. പിന്നെ ടോട്ടൽ ചെയ്യാൻ കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. അപ്പം അവിടെ തന്നെ. പക്ഷേ എന്താണ് അതിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? 10,000 എന്നുള്ളത് അവിടെ ടോട്ടൽ ചെയ്ത് എഴുതണം. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ടു ബാലൻസ് ക്യാരി ഡൗൺ. എത്ര? 10,000 താഴെ എഴുതണം. എന്നിട്ട് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 10,000. ഇപ്പോൾ നമ്മളിതിൽ മുമ്പിൽ ചെയ്ത രണ്ട് കണക്കിലും രണ്ട് അക്കൗണ്ടിലും എന്തായിരുന്നു? ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. ഇതെന്താണ്? ക്രെഡിറ്റ് ബാലൻസ്. എന്തുകൊണ്ടാണ്? ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ. അപ്പം ഡെബിറ്റ് സൈഡിൽ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ഇനി എന്ന് മാത്രമല്ല, നമ്മൾ കറക്റ്റായിട്ടാണ് എഴുതണമെങ്കിൽ ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണോ നമ്മൾ ബ്രോഡ് ഡൗൺ എഴുതിയിരിക്കുന്നത് ആ സൈഡാണ് അതിൻ്റെ ബാലൻസ്. ഇപ്പോൾ ഇവിടെ ബ്രോഡ് ഡൗൺ എവിടെയാണ്? ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ്. വൈ? രണ്ട് കാരണങ്ങൾ. ഒന്ന്, ബ്രോഡ് ഡൗൺ കണ്ട് പെട്ടെന്ന് നമുക്ക് പറയാം. അതുകൂടാതെ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദി ഡെബിറ്റ് സൈഡ്. കാരണം ഡെബിറ്റ് സൈഡിൽ ട്രാൻസാക്ഷൻ ഇല്ലായിരുന്നു, ക്രെഡിറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. അതാണ്. ഇനി അടുത്ത എന്താണ്? സ്റ്റേഷനറി അക്കൗണ്ട്. അവിടെ ഒരു ട്രാൻസാക്ഷനേ ഉള്ളൂ. അപ്പം അവിടെ എന്താണെന്താ? 200. നമ്മൾ ആ 200 അതുപോലെ ടോട്ടൽ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബൈ ബാലൻസ് ക്യാരി ഡൗൺ 200. ടോട്ടൽ 200. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയാലോ അതിൻ്റെ അടുത്ത സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. എത്ര? 200. അപ്പോൾ ഇതേത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസ്. എന്തുകൊണ്ട്? ബ്രോഡ് ഡൗൺ ഡെബിറ്റ് സൈഡിൽ. ഇനി അല്ലെങ്കിലോ ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദി ക്രെഡിറ്റ് സൈഡ്. കാരണം ക്രെഡിറ്റ് സൈഡിൽ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. അടുത്ത അഡ്വർടൈസ്മെൻറ്റ് സ്റ്റേഷനറി പോലെ തന്നെയാണ്. ഇതിപ്പം ചുമ്മാ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം ഡെബിറ്റ് ബാലൻസ് ആണ്. എന്തുകൊണ്ടാണ്? ഡെബിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ്. പിന്നെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്താലോ 300 അവിടെ എഴുതി, 2 വരയിട്ടു. വലത് സൈഡിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ 300. ഇവിടെയും 300 എഴുതി, 2 വരയിട്ടു. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 300.
കഴിഞ്ഞു. സാലറി സെയിം, സാലറി ഈസ് ഓൾസോ ഡെബിറ്റ് ബാലൻസ്. എന്തുകൊണ്ടാണ്? ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദി ക്രെഡിറ്റ് സൈഡ്. ഇനി അല്ലെങ്കിൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുമ്പോഴും എന്ത് തന്നെ ഇവിടെ തന്നെ വരും. സെയിം ആസ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ്, എല്ലാ എക്സ്പെൻഡിച്ചറുകളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് റെപ്പറ്റീഷനാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 400. നമ്മൾ 400 ടോട്ടൽ ചെയ്തു. 2 വരെയുണ്ട് ഇവിടെ. ഇവിടെയും എഴുതണം 400 എന്നുള്ളത്. എന്നാൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ ആണെങ്കിൽ ഇവിടെ എന്ത് വരുന്നു? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 400. അപ്പം ബ്രോഡ് ഡൗൺ എവിടെയാണ്? ഡെബിറ്റ് സൈഡിൽ. ബ്രോഡ് ഡൗൺ എവിടെയാണോ അവിടെയാണ് അതിൻ്റെ ബാലൻസ്. ജസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ബ്രോഡ് ഡൗൺ ഡെബിറ്റ് ബാലൻസ്, ബ്രോഡ് ഡൗൺ ഇവിടെ ഡെബിറ്റ് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബ്രോഡ് ഡൗൺ വലേ സൈഡിലാണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ബാലൻസ്. അങ്ങനെ നമുക്ക് പറയാം. സെയിം എഗെയിൻ 300 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 300 എഴുതി. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 300. ഞാൻ സ്പീഡിൽ എഴുതുകയാണ്, കാരണം സെയിം തന്നെയാണ്. ഇനിയിപ്പോൾ അതാ ചെറിയൊരു വ്യത്യാസം വന്നു. അടുത്ത കമ്മീഷൻ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ ക്രെഡിറ്റിലേ ഉള്ളൂ. അപ്പോൾ ഇത് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസാണ്. കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ടാണ്, അതുകൊണ്ടാണ്. അപ്പം 200 ഇവിടെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പം ഈ സൈഡിലാണ് ഒന്നുമില്ലാത്തത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടു ബാലൻസ് ആണ് ക്യാരി ഡൗൺ. ടു ബാലൻസ് ക്യാരി ഡൗൺ ആണെങ്കിൽ 200 ഇവിടെ ഇങ്ങനെ എഴുതണം. 200 ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 200 അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒറിജിനൽ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് സൈഡിലായിരുന്നു. അപ്പം ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ഡെബിറ്റ് സൈഡ് ദാറ്റ് അക്കൗണ്ട് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. ദെയർഫോർ കമ്മീഷൻ റിസീവ്ഡ് എന്നാണ്. കമ്മീഷൻ ഡെബിറ്റ് പെയ്ഡും ആവാമല്ലോ, അതുകൊണ്ട് കമ്മീഷൻ റിസീവ്ഡ് എന്ന് തന്നെ നമ്മൾ എഴുതണം. കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ടാണ്, അപ്പോൾ അത് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇനി എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, കാരണം ഡെബിറ്റിലാണ് ട്രാൻസാക്ഷൻ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബൈ ബാലൻസ് ക്യാരി ഡൗൺ 300 ഇവിടെയും 300 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 300. അടുത്ത എന്താണ്? സെയിൽസ് അക്കൗണ്ട്. നിങ്ങൾ സെയിൽസ് അക്കൗണ്ട് നോക്കിയേ, അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഒരു ട്രാൻസാക്ഷനും ഇല്ല, ക്രെഡിറ്റ് സൈഡിലാണ് ട്രാൻസാക്ഷൻ ഉള്ളത്. അപ്പോൾ ഇത് കാണുമ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു ക്രെഡിറ്റ് ബാലൻസ് ആണ്. എങ്ങനെ? ക്രെഡിറ്റ് സൈഡ് കൂടുതലുള്ളതുകൊണ്ട്. അല്ലെങ്കിലോ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബ്രോഡ് ഡൗൺ വരുന്നത്. എന്താണ്? 5000 പ്ലസ് 6000 പ്ലസ് 2400 എത്ര? 13400. നമ്മൾ 2 വരെ ഇടുന്നു. എന്നിട്ട് ആ 13400 നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതുന്നു. എന്ത് പറയുന്നു? ടു ബാലൻസ് ക്യാരി ഡൗൺ 13400 എന്ന് എഴുതി. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. കണ്ടോ? അപ്പം ബ്രോഡ് ഡൗൺ എവിടെ വന്നു? കറക്റ്റായിട്ട് എഴുതുമ്പോൾ ബ്രോഡ് ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ വന്നു. അപ്പോൾ ഇത് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ്. എന്തുകൊണ്ട്? ബ്രോഡ് ഡൗൺ ക്രെഡിറ്റ് സൈഡിലാണ് കാണുന്നത്. അല്ലെങ്കിലോ അല്ലാതെ തന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അങ്ങനെ മനസ്സിലാക്കാം. ക്രെഡിറ്റ് സൈഡ് മോർ ദാൻ ദി ഡെബിറ്റ് സൈഡിൽ ഒരു ട്രാൻസാക്ഷനും ഇല്ല, അപ്പോൾ ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. ഇനി അടുത്ത ജോൺ അക്കൗണ്ടിൽ എന്താണ്? ഡെബിറ്റിലും ഉണ്ട് ക്രെഡിറ്റിലും ഉണ്ട്. അങ്ങനെ ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുമ്പോൾ നമ്മൾ നോക്കണം ഏത് സൈഡാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 4200 പ്ലസ് 4500, അപ്പോൾ 8700. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 8700. അങ്ങനെ വരുമ്പോഴോ ഈ 8700 നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. നേരത്തെ നമുക്ക് ഈ ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല, തൊട്ട് മുകളിൽ സെയിൽസ് കണ്ടില്ലേ, ഒന്നുമില്ല. അതുകൊണ്ട് ആ എമൗണ്ട് തന്നെ നമ്മളിവിടെ എഴുതി. ഇവിടെയോ 8700 ക്രെഡിറ്റ് സൈഡിൽ എഴുതി, അതിപ്പുറത്തോട്ട് എഴുതി. പക്ഷേ അകത്തൊരു ഫിഗർ ഓൾറെഡി ഉണ്ട്. സോ നമ്മളിതിനെ ബാലൻസ് ചെയ്യണം. എന്നിട്ട് ആ ബാലൻസിങ് ഫിഗറാണ് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് നമ്മൾ എഴുതേണ്ടത്. ടു ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 8700 നിന്ന് 3000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5700. അങ്ങനെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ട്രാൻസാക്ഷൻ വരുമ്പം ബാലൻസ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. 5700 എന്താണ്? ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 5700. ഇനി അടുത്ത എന്താണ്? ജോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. 6000 എഴുതി, വരച്ചു. വീണ്ടും ഇപ്പുറത്തോട്ട് 6000 എഴുതി, ഇവിടെ 6000 എഴുതി. ബൈ ബാലൻസ് എന്താണ്? ബൈ ബാലൻസ് ക്യാരി ഡൗൺ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ
എമൗണ്ട് എത്ര 6000. ഒരു ട്രാൻസാക്ഷനേ ഉള്ളൂ, പക്ഷേ എന്നാലും നമ്മൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വേണം ആ ഒരു ലെഡ്ജർ ബാലൻസിങ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അടുത്തതെന്താണ്, ഒരൊറ്റ ട്രാൻസാക്ഷനേ ഉള്ളൂ. ഡെബിറ്റ് ബാലൻസ് ആണ് 2000. അകത്ത് ഇവിടെ 2000 എഴുതുന്നു, ഇവിടെയും 2000 എഴുതുന്നു. എന്നിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 2000. ഇതെന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പം നമ്മൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈ ബാലൻസ് ചെയ്തതെല്ലാം തന്നെ നമുക്ക് ട്രയൽ ബാലൻസിലോട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ചെയ്തതെല്ലാം, അതായത് നമ്മൾ ടോട്ടലിങ് കറക്റ്റാണോ പോസ്റ്റിംഗ് കറക്റ്റാണോ എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നത് ട്രയൽ ബാലൻസ് ടാലി ആകുമ്പോഴാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രയൽ ബാലൻസിനെ പറ്റിയും ഈ ട്രാൻസാക്ഷൻസ് ട്രയൽ ബാലൻസിൽ ടാലി ആണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുകയും ചെയ്യാം.